നമസ്കാരം. മലമ്പുഴ IT-യുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷ്, കാർപ്പൻ്റർ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. ഇന്ന് പരിചയപ്പെടുന്നത് വിൻഡോസ് ഫ്രെയിം ആൻഡ് വിൻഡോ ഷട്ടർ ആണ്. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അതിലാദ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡോസ്, അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ കണ്ടുവരാം. Fixed window, light and external view only. Shutter is completely made of glass. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് മാത്രമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ എക്സ്റ്റേണൽ വ്യൂ, പുറത്തോട്ടുള്ള കാഴ്ചകൾ മാത്രം കാണാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ ഈ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഷട്ടർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും, ഫുള്ളി ഗ്ലാസ്ഡ്, അതായിരിക്കും ഗ്ലാസ് വെച്ച് കവർ ചെയ്യുക. ഓൺലി ലൈറ്റും അതേപോലെ തന്നെ എക്സ്റ്റേണൽ വ്യൂ മാത്രമായിരിക്കും. നോ എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെയർ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. എയർ വേണ്ട, വെൻറ്റിലേഷന് വേണ്ടി മാത്രം, ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിൻഡോസ് യൂസ് ചെയ്യുന്നത്. അടുത്ത പിവറ്റ് വിൻഡോ. ഇതിൻ്റെ കുറച്ച് സ്ലൈഡുകളാണ് കാണിച്ചിരിക്കുന്നത്. ഷട്ടർ മൂവ്സ് അറൗണ്ട് എ പിവറ്റ് ഓർ nails fixed in the frame. No rebates are provided in this construction. ഈ കൺസ്ട്രക്ഷനിൽ സാധാരണ ഇതിൽ ഷട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് വിൻഡോസിൽ റിബേറ്റ് യൂസ് ചെയ്തിട്ടാണ് സാധാരണ ഷട്ടർ പ്രൊവൈഡ് ചെയ്യാറ്. പക്ഷേ ഈ പിവറ്റ് വിൻഡോയിൽ ഷട്ടർ പ്രൊവൈഡ് ചെയ്യാൻ റിബേറ്റിൻ്റെ ആവശ്യമില്ല. അതിൽ ഒരു പിവറ്റ് ഹിഞ്ചസ് അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷട്ടർ ക്യാൻ ബി സ്വിങ് ഓർ റൊട്ടേറ്റ് ഐദർ വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടലി റൗണ്ട് ദി പിവറ്റ്സ്. സാധാരണ ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കറങ്ങുന്നതാണ്. ഫിഗറിൽ തന്നെ കണ്ടു നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാവും. ഇത് രണ്ട് ഡയറക്ഷനിലേക്കാണ്, ഹൊറിസോണ്ടലായിട്ടും റൊട്ടേറ്റ് ചെയ്യും, വെർട്ടിക്കലായിട്ടും റൊട്ടേറ്റ് ചെയ്യും. കാരണം നമുക്കിത് ലൈറ്റ് പാസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എയർ സർക്കുലേഷനും വേണ്ടിയിട്ടാണ് ഈ പിവറ്റ് ഹിഞ്ചോ യൂസ് ചെയ്യുന്നത്. പ്രത്യേകതരം ഹിഞ്ചസാണ് പ്രൊവൈഡ്, പിവറ്റ് ഹിഞ്ചസ്. ഇതൊരു നെയിൽ പോലെയാണ്, അല്ലെങ്കിൽ രണ്ട് എൻഡിലും അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ രണ്ട് എൻഡിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ടുള്ള കേസ്മെൻറ്റ് വിൻഡോ. ഈ കേസ്മെൻറ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു വിൻഡോ അല്ലെങ്കിൽ വിൻഡോ ഷട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. വിൻഡോ വിത്ത് കൂടെ ഷട്ടറും ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. കോമൺ ടൈപ്പ് ഓഫ് വിൻഡോസ് യൂസ്ഡ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. കോമൺ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇത്. ഓപ്പൺ ചെയ്ത ലൈക്ക് എ ഷട്ടർ ഓഫ് എ ഡോറ്. നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളതിൽ സാധാരണ ഒരു ബട്ട് ഹിഞ്ചസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു ഹിഞ്ചസ് ഉപയോഗിച്ചിട്ട്. കൺസിസ്റ്റ് ഓഫ് എ സ്റ്റൈൽ, ടോപ്പ് ആൻഡ് ബോട്ടം റെയിൽ, പാനൽ ആൻഡ് മുല്ലൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റൈൽസ്, സാധാരണ ഫ്രെയിം കൺസ്ട്രക്ഷനാണിത്. സ്റ്റൈൽ
ടോപ്പ് ആൻഡ് ബോട്ടം റെയിൽസ് ആൻഡ് പാനൽ. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കൺസിസ്റ്റായിട്ട് വരുന്നത്. പാനൽ മേ ബി ഫുള്ളി ഗ്ലാസ്ഡ്, പാർട്ട്ലി ഗ്ലാസ്ഡ് ഓർ അൺഗ്ലാസ്ഡ്. ഇതിൻ്റെ പാനൽ എന്ന് പറയുന്നത് ഗ്ലാസ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ലി ഗ്ലാസ് ആവാം, അല്ലെങ്കിൽ ഗ്ലാസ് ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചാവാം. അൺഗ്ലാസ്ഡ്. ഫ്രെയിം ഈസ് റിബേറ്റഡ് ഓർ ഗ്രൂവ്ഡ് ടു റിസീവ് ദി വിൻഡോ ഷട്ടർ. ഇതിൻ്റെ ഫ്രെയിം ഡോർ ഷട്ടർ അല്ലെങ്കിൽ വിൻഡോ ഷട്ടർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിമിൽ റിബേറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അസംബിൾ ചെയ്യാൻ കഴിയുള്ളൂ. അതിനൊരു നോക്കാം അതിൻ്റെ പാർട്സ് എന്താണെന്ന്. സ്റ്റൈൽ എന്ന് കാണിച്ചിട്ടുണ്ട്. കുത്തനെയുള്ള ഭാഗത്താണ്, രണ്ട് സൈഡിലുള്ള ഔട്ടർ സൈഡിലെ രണ്ട് കുത്തനെയുള്ള ഭാഗത്തിനാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. ദി ഔട്ട്സൈഡ് വെർട്ടിക്കൽ മെമ്പർ, ഔട്ട്സൈഡായിട്ടുള്ള വെർട്ടിക്കൽ മെമ്പർ നോക്കാം ഒന്നും കൂടി. ഔട്ട്സൈഡ് വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദി ഷട്ടർ ഓഫ് എ വിൻഡോ. വിൻഡോയിൽ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന രണ്ട് പാർട്ടിനെയാണ് നമ്മളതിന് സ്റ്റൈൽ എന്ന് പറയുന്നത്. ടോപ്പ് റെയിൽ എന്ന് പറയുന്നത് ദി ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ദി ഷട്ടറിൻ്റെ ഏറ്റവും മുൾവശത്തായിട്ട് ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയുന്നത്. അടുത്ത് ബോട്ടം റെയിൽ, ലോവർ മോസ്റ്റ് ഓഫ് ഓർ ബോട്ടം ഹൊറിസോണ്ടൽ മെമ്പർ. ലോവർ മോസ്റ്റ് ഏറ്റവും ഫ്രെയിമിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് അല്ലെങ്കിൽ ബോട്ടം സൈഡിൽ വരുന്ന ഹൊറിസോണ്ടലായിട്ടുള്ള ഭാഗത്തിന് നമ്മൾ ബോട്ടം റെയിൽ എന്നാണ് പറയുന്നത്. അടുത്ത് പാനൽ, ഏരിയ ഓഫ് എ ഷട്ടർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി അഡ്ജസ്റ്റൻറ്റ് റെയിൽ. ഫിഗറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4 ഫ്രെയിമായി സ്റ്റൈല് വെർട്ടിക്കലായിട്ടുള്ള രണ്ട് പാർട്ടിന് സ്റ്റൈൽ എന്ന് പറയും. ഹൊറിസോണ്ടലായിട്ട് രണ്ട് പീസിനെ നമ്മൾ പറഞ്ഞ പോലെ റെയിൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സെൻട്രൽ വരുന്ന ഭാഗത്തിന് ഏരിയ ഓഫ് ഷട്ടർ എൻക്ലോസ് ചെയ്ത് കവർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നിർത്തുന്ന ഭാഗത്തിനാണ് നമ്മൾ പാനൽ എന്ന് പറയുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ സാധാരണ രീതിയിൽ ഫുള്ളി ഗ്ലാസ്ഡ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ലി ഗ്ലാസ്, അല്ലെങ്കിൽ ഗ്ലാസ് അല്ലാതെ വേറെ എന്തെങ്കിലും വുഡോ അല്ലെങ്കിൽ പ്ലൈവുഡ്സോ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഈ പാനൽ എന്ന് പറയുന്നത്. ഇത് ഷട്ടർ എന്താണെന്ന് ആദ്യം അറിയണം. ഓപ്പണബിൾ പാർട്ട് ഓഫ് ദി വിൻഡോ ഓർ ഡോർ. ഓപ്പണബിൾ ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ ഷട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിൻഡോൻ്റെയും ഡോറിൻ്റെയും അല്ലെങ്കിൽ ഡോർ ഫ്രെയിമിൻ്റെയും ഭാഗത്തിനാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ പറയുന്നത് ഷട്ടർ എന്ന് പറയുന്നത്. ഓപ്പണബിൾ പാർട്ടാണിത്. എൻ്റയർ അസംബ്ലി ഓഫ് സ്റ്റൈൽ, ഇതിൽ എന്തൊക്കെ വരുന്നത്, സ്റ്റൈൽ വരുന്നുണ്ട്, പാനൽസ് വരുന്നുണ്ട്, റെയിൽ, ഇതും കൂടിയിട്ട് 4 കൂടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ 3 പാർട്ട് കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മൾ ഷട്ടർ എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിങ് വിൻഡോ ആണ്. ചിത്രം തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ കഴിയുന്ന ഷട്ടറുകളാണ് ഈ സ്ലൈഡിങ് വിൻഡോ എന്ന് പറയുന്നത്. ഫിഗറിൽ തന്നെ ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വെർട്ടിക്കലായിട്ടാണ് സ്ലൈഡിങ് നിൽക്കുന്നത്. റൈറ്റ് സൈഡിലത്തെ ഫിഗർ നോക്കിയാൽ ഹൊറിസോണ്ടലായിട്ടാണ്. നോക്കാം. സ്ലൈഡിങ് വിൻഡോസ്, ദി ഷട്ടർ സൈഡ്സ് ഓൺ ഐദർ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കലി ഓൺ റോളർ ബെയറിംഗ്. ഇത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടാണ് ഈ സ്ലൈഡ് മൂവ് ചെയ്യിക്കാൻ നമുക്ക് കഴിയുന്നത്. ഇതിൻ്റെ അടിയിൽ റോളർ ബെയറിംഗ് ആണ്, ബെയറിങ്ങിലാണ് ഇത് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ഗ്രൂവ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദി ഫ്രെയിം ടു റിസീവ് ദി ഷട്ടർ. ഇത് ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഫ്രെയിമിൻ്റെ അടിയിൽ. ഇതിലൂടെയാണ് ഈ ഷട്ടർ റിസീവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ആണ് ബോൾ ബെയറിംഗ് അല്ലെങ്കിൽ റോളർ ബെയറിംഗ് യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രൂവിൻ്റെ അടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് മൂവ് ചെയ്യിക്കുന്നത്. വെൻ ദേ ആർ സ്ലൈഡ് ടു ദി ഓപ്പൺ ദി വിൻഡോ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബെയറിങ്ങിലൂടെയാണ് സ്ലൈഡ് ചെയ്യിച്ച് നീക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈഡ് അടച്ചിടാനും കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ അടിയിൽ റോളർ ബെയറിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത് ബാങ്ക്സ്, ഓഫീസ് കൗണ്ടർ, ബസ്സിൻ്റെ ഷട്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ ട്രെയിനിൻ്റെ ഷട്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് റോളർ ഇത് സ്ലൈഡ് ചെയ്തിട്ട് അടയ്ക്കാനും അതേപോലെ ക്ലോസ് ചെയ്യാനും നമുക്ക് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്ലൈഡിങ് വിൻഡോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ബേ വിൻഡോ. ബേ വിൻഡോൻ്റെ പ്രത്യേകത, വിൻഡോ
ഇത് പ്രത്യേകം നോക്കുക, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന, ഔട്ട്സൈഡിലേക്കാണ് ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിൻഡോ ആണ് ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ. നമുക്കതിൻ്റെ നോക്കാം. വിൻഡോസ് പ്രൊജക്റ്റ് ഔട്ട്സൈഡ് ദി എക്സ്റ്റേണൽ വാൾ ഓഫ് ദി റൂം. ഒരു വിൻഡോ എന്ന് പറയുന്ന ബേ വിൻഡോ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ഔട്ട്സൈഡ്, പുറത്തോട്ടാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. എക്സ്റ്റേണൽ വാൾ, പുറത്തോട്ടുള്ള വാളിലോട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന, റൂമിൽ നിന്നും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു വിൻഡോ ആണിത്. പ്രൊജക്ഷൻ ഓഫ് ബേ വിൻഡോ മേ സ്റ്റാർട്ട് ഫ്രം ഫ്ലോർ ലെവൽ ഓർ സിൽ ലെവൽ. ഫ്ലോർ ലെവലിൽ നിന്നോ അല്ലെങ്കിൽ സിൽ ലെവൽ, പടി മുതൽ ഏറ്റവും മുകൾവശം വരെ ആണ് ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സാധനം പുറത്തോട്ട് തള്ളി നിൽക്കുന്നത്. മുഴുവനായിട്ടാണ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതിൻ്റെ എന്താണ് പ്രത്യേകത? അഡ്മിറ്റ് മോർ ലൈറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ലൈറ്റ് കിട്ടും. ഇൻക്രീസ് ഓപ്പണിംഗ് ഓർ പ്രൊവൈഡ് വെൻറ്റിലേഷൻ ആൻഡ് ഇംപ്രൂവ് ദി അപ്പിയറൻസ് ഓഫ് ദി ബിൽഡിംഗ്. ഏറ്റവും കൂടുതലായിട്ടുള്ള ലൈറ്റ് കിട്ടും, എയർ കിട്ടും. അതോടൊപ്പം തന്നെ ഒരു ബിൽഡിങ്ങിന് കൂടുതൽ അപ്പിയറൻസ്, അല്ലെങ്കിൽ കാഴ്ചയിൽ തന്നെ നല്ലൊരു അപ്പിയറൻസും കൂടി ഈ രീതിയിലുള്ള വിൻഡോ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പിൽ വരാം, സ്ക്വയർ ഷേപ്പ് ആവാം, സർക്കുലർ ഷേപ്പ്, അതേപോലെ ട്രയാങ്കുലർ, പോളിഗണൽ, അങ്ങനെ എനി ഷേപ്പായിട്ടും ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വിൻഡോ ആണ് ബേ വിൻഡോ. കോർണർ വിൻഡോ ഒരു പ്രത്യേകതരം വിൻഡോ ആണ്. ഇതൊരു കോർണറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. കോർണർ വിൻഡോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വിൻഡോ ആണ്. പ്രത്യേകത, പ്രൊവൈഡഡ് അറ്റ് ദി കോർണർ ഓഫ് എ റൂം ഓഫ് ദി ബിൽഡിംഗ്. ഇതൊരു കോർണറിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ കോർണറിലായിട്ടാണ് ഈ വിൻഡോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദേ ഹാവ് 2 ഫേസസ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇത് 2 ഫേസാണ്. ഇത് 2 ഫേസ്, 2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ഡയറക്ഷനാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വിൻഡോൻ്റെ കോർണർ ഭാഗം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കോർണർ ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ഫേസാണ്. 2 ഫേസും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് 2 ഫേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഔട്ട് ടു ദിസ് അറേഞ്ച്മെൻറ്റ്സ് ദർ ഈസ് എൻട്രി ഓഫ് ലൈറ്റ് ആൻഡ് എയർ ഫ്രം 2 ഡയറക്ഷൻ. 2 ഡയറക്ഷനിലെ എൻട്രിയാണ് കിട്ടുന്നത്. ലൈറ്റിനും അതേപോലെ തന്നെ എയറും കിട്ടുന്ന 2 ഡയറക്ഷനിൽ, വെർട്ടിക്കലായി അല്ലെങ്കിൽ പെർപെൻഡിക്കുലറുള്ള 2 ഡയറക്ഷനിലാണ് നമുക്ക് ഈ എയറും ലൈറ്റും കിട്ടുന്നത്. അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ലിൻഡൽ വിൽ ഹാവ് ബി കാസ്റ്റ് അറ്റ് ദി കോർണർ. ഒരു സ്പെഷ്യൽ ലിൻഡലും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കോർണറിലായതുകൊണ്ട് നല്ല ഒരു വെയിറ്റ് വരുന്നുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കോർണറിൽ പ്രത്യേകമായിട്ടുള്ള ലിൻഡൽ പ്രൊവൈഡ് ചെയ്യണം. 2 ഡയറക്ഷനാണ്, 2 പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നിന്നാണ് നമുക്ക് എയറും അതേപോലെ തന്നെ ലൈറ്റും കിട്ടുന്നതിന് വേണ്ടി ബിൽഡിങ്ങിൻ്റെ ഒരു കോർണറിലാണ് 2 ഫേസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ഡോർമർ വിൻഡോ ആണ്. ഇതിൻ്റെ പ്രത്യേകത, ഡോർമർ വിൻഡോ നോക്കുമ്പോൾ തന്നെ സ്ലൈഡ് നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. വീടിൻ്റെ മുകൾ വശത്തായിട്ടാണ് വേറൊരു പ്രത്യേക രീതിയിലുള്ള ഒരു വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡോർമർ വിൻഡോ എന്ന് പറയും. ഇതൊരു വെർട്ടിക്കൽ വിൻഡോ. അതിൻ്റെ പ്രത്യേകത, ഇതൊരു വെർട്ടിക്കൽ വിൻഡോ കൂടിയാണ്. പ്രൊവൈഡഡ് ഓൺ എ സ്ലോപ്പിംഗ് റൂഫ് ഓഫ് ദി ബിൽഡിങ്ങിൻ്റെ സ്ലോപ്പിലാണ് ഈ ഡോർമർ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വെർട്ടിക്കലായിട്ടാണ്, സ്ലോപ്പിലാണ് ഇത് വെർട്ടിക്കലായിട്ട് കുത്തനെയായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, കൂടുതൽ മോർ ലൈറ്റ് കിട്ടുന്നതന്നെ, ലൈറ്റ് ആൻഡ് എയർ, റൂമിലേക്ക് കൂടുതൽ ലൈറ്റും അതിൽ തന്നെ എയർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഗീവ്സ് വെരി ഗുഡ് അപ്പിയറൻസ് ഓഫ് ദി ബിൽഡിംഗ്. അത് ഈ വിൻഡോ കൂടുതൽ അപ്പിയറൻസും കൂടിയുണ്ട്. നല്ലൊരു ബിൽഡിങ്ങിന് നല്ലൊരു അപ്പിയറൻസും കൂടി ഇങ്ങനെ ഒരു വെർട്ടിക്കൽ വിൻഡോയിനുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ലോപ്പിംഗ് റൂഫിലാണ്, വെർട്ടിക്കലായിട്ടുള്ള വിൻഡോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത് സ്കൈലൈറ്റ് വിൻഡോ. പേര് പറയുമ്പോൾ തന്നെ സ്കൈലൈറ്റാണ്. സ്കൈലൈറ്റ് ആകാശം തന്നെ നമുക്ക് കാണുന്ന രീതിയിലാണ് ഈ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൊവൈഡഡ് ഓൺ ദി സ്ലോപ്പിംഗ് സർഫേസ് ഓഫ് ദി പിച്ച്ഡ് റൂഫ്. ചെരിഞ്ഞ റൂഫിലാണ്
ഇത് സാധാരണ പിച്ച്ഡ് റൂഫിലാണ് സാധാരണ ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ആർ പ്രൊജക്റ്റ് എബോവ് ദി സ്ലോപ്പ്, ടോപ്പ് ഓഫ് ദി സ്ലോപ്പ്, ബിൽഡിങ്ങിൻ്റെ ടോപ്പ് സൈഡിൽ സ്ലോപ്പായിട്ടാണ് അല്ലെങ്കിൽ സ്ലോപ്പ്ഡ് സർഫേസിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ആർ പ്രൊജക്ട്സ് എബോവ് ദി ടോപ്പ് സ്ലോപ്പിംഗ് സർഫേസ് ഓഫ് ദി റൂഫിൻ്റെ മുകളിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് പാരലായിട്ട് അല്ലെങ്കിൽ പിച്ച്ഡ് റൂഫിന് പാരലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോപ്പർലി ട്രീറ്റഡ് ബൈ ബീഡ് ഫ്ലാഷിംഗ് ടു മേക്ക് വാട്ടർ പ്രൂഫ് ദി റൂഫ് ഏരിയ സറൗണ്ടിങ് ദി ഓപ്പണിംഗ്. ഇത് സാധാരണ ഇതിൽ വെള്ളം ഒലിച്ച് ഇറങ്ങുന്ന അതേ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത് വയ്ക്കുന്ന ഫ്രെയിമുകൾ നമ്മൾ സീസണിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫാക്കി മാറ്റിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് നശിച്ച് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതാണ് ഈ ഒരു സ്കൈലൈറ്റിൻ്റെ പ്രത്യേകത. മുകളിൽ ആകാശം നമുക്ക് റൂമിനകത്ത് തന്നെ ആകാശം കാണുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സ്ലോപ്പിംഗ് സർഫേസിലാണ്, പിച്ച്ഡ് റൂഫ്, അതിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാരിസ്റ്റോറി വിൻഡോ ആണ് അടുത്തത്. ഒരു പ്രത്യേകതരം വിൻഡോ ആണ് ക്ലാരിസ്റ്റോറി വിൻഡോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രേറ്റർ സീലിംഗ് ഹൈറ്റ്, കൂടുതൽ സീലിംഗ് ഹൈറ്റിലൊക്കെയാണ് നമ്മൾ ഈ സാധാരണ ഈ വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനും നല്ല പ്രയാസമായിരിക്കും. The room has greater ceiling height than the surrounding room of when a lean-to roof of a low height. It is there adjacent to the room. ചില റൂമുകളിലൊക്കെ ബിൽഡിങ്ങൊക്കെ നമ്മൾ നോക്കുമ്പോൾ വരാന്തകളുണ്ടാവും, അതിൻ്റെ മുകളിലും വരും ബിൽഡിങ്. അതിനാണ് ലീൻ ടു റൂഫ്, വരാന്ത വരുന്ന ഭാഗത്തിനാണ് ലീൻ ടു റൂഫ് എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് വരുന്ന ഹൈറ്റിലാണ്, ഗ്രേറ്റർ സീലിംഗ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിലാണ് ഈ ക്ലാരിസ്റ്റോറി വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് നിയർ ദി ടോപ്പ് ഓഫ് ദി മെയിൻ റൂഫ്. ദി പിവറ്റഡ് വിൻഡോ ആർ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. സാധാരണ പിവട്ട് ഹിഞ്ചസ്, നേരത്തെ പറഞ്ഞ പിവട്ട് ഹിഞ്ചസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സാധാരണ ഈ വിൻഡോ അല്ലെങ്കിൽ ഷട്ടർ ഓപ്പൺ ചെയ്യുന്നത്. Care should be taken to see that the upper part open inside, the lower part open outside. Otherwise, rain water will accumulate in the room. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഡോറ് എപ്പോഴും അപ്പർ സൈഡ്, മുകളിലത്തെ ഇതിൻ്റെ ഷട്ടർ അപ്പർ സൈഡ് എപ്പോഴും ഇൻസൈഡിലേക്കും, ലോവർ സൈഡ് അല്ലെങ്കിൽ ഔട്ട് സൈഡ് താഴത്തോട്ടുള്ള ഭാഗം ലോവർ സൈഡ് എപ്പോഴും ഔട്ട് സൈഡിൽ പുറത്തോട്ടും ചെരിഞ്ഞ് രീതിയിലായിരിക്കണം നമ്മൾ ഈ പിവട്ട് ഹിഞ്ചസ് അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം റെയിൻ വാട്ടർ നമ്മൾ ഉള്ളിലെ റൂമിനകത്തോട്ട് വരാനുള്ള ഒരു സാധ്യത കൂടെ. ഷട്ടർ തുറന്ന് കിടക്കുമ്പോൾ എപ്പോഴും അപ്പർ ഭാഗം ഉള്ളിലോട്ടും ലോവർ ഭാഗം താഴോട്ടും നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പിവട്ട് ഹിഞ്ചോ അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം വീടിന് അകത്തോട്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ദി വിൻഡോ ഷട്ടർ ക്യാൻ ബി ഓപ്പൺഡ് ഓർ ക്ലോസ്ഡ് ബൈ മീൻസ് ഓഫ് എ കോർഡ്. ഒരു ചരട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വിൻഡോ ഷട്ടർ നമ്മൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഉപയോഗിക്കും. കാരണം ദ ഗ്രേറ്റർ സീലിംഗ് ഹൈറ്റാണ്. അപ്പോൾ ഒരുപാട് ഹൈറ്റിൽ ഉള്ള സ്ഥലങ്ങളിലാണ് ഈ വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പ്രയാസം. അതുകൊണ്ട് നമ്മൾ ചരട് ഉപയോഗിച്ച് ആണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ചരട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ചരട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അടുത്ത് ലാറ്റൻ വിൻഡോ. ഒരു പ്രത്യേകതരം ഇതിനാണ് ഇത് ഫിക്സ്ഡ് ഓൺ എ ഫ്ലാറ്റ് റൂഫ്. സാധാരണ ഇതൊരു ഫ്ലാറ്റ് റൂഫിലാണ് ഇത് ഫിറ്റ് ചെയ്യാറ്. Fixed on a flat roof to provide more light and air to the inner part of the building. ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ലൈറ്റും അതേപോലെ തന്നെ കൂടുതൽ എയറും ലഭിക്കുന്നതിന് വേണ്ടി നമ്മളിത് ചെയ്യുന്നത്. ഇത് ബിൽഡിങ്ങിൻ്റെ ഇന്നർ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഫിക്സ്ഡ് ഓൺ എ ഫ്ലാറ്റ് റൂഫിലാണ് സാധാരണ ഇതിൽ ഇത് അറേഞ്ച് ചെയ്യാറ്. ദേ മേ ബി സ്ക്വയർ, റെക്ടാങ്കുലർ ഓർ കർവ്ഡ് ഷേപ്പിലാണ്. ഇത് സാധാരണ സ്ക്വയർ ടൈപ്പും റെക്ടാങ്കുലർ ഷേപ്പും കർവ്ഡ് ആയിട്ടുള്ള
ടൈപ്പിലുമാണ് സാധാരണ ഇതിൽ നമ്മളിത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അടുത്ത ഗാബിൾ വിൻഡോ ആണ്. ഒരു പ്രത്യേകതരം വിൻഡോ ആണ്. ഇതും ഒരു വെർട്ടിക്കൽ വിൻഡോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വെർട്ടിക്കൽ വിൻഡോ ആണ്. കാണാൻ തന്നെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു വിൻഡോ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെർട്ടിക്കൽ വിൻഡോസ് വിച്ച് ആർ പ്രൊവൈഡ് ഇൻ എ ഗാബിൾ എൻഡ് ഓഫ് ദി പിച്ച്ഡ് റൂഫ്. ഇത് ഗാബിൾ എൻഡിലാണ് ഈ പിച്ച്ഡ് റൂഫ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗാബിൾ എൻഡ്, അതായത് ഒരു വീടിൻ്റെ എൻഡ് സൈഡിൽ, ഗാബിൾ പുറത്തോട്ടുള്ള എൻഡ് സൈഡിലാണ് ഈ പിച്ച്ഡ് റൂഫ്, അതും വെർട്ടിക്കലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ വിൻഡോ. താങ്ക് യു.